എക്സൈസിനും പോലീസിനുമെതിരെയുള്ള അതിക്രമങ്ങൾ സംസ്ഥാനത്ത് തുടർക്കഥയാകുമ്പോഴും ലഹരിയുടെ ഉറവിടങ്ങൾ കണ്ടെത്താനാകാതെ ഇരുട്ടിൽ തപ്പുകയാണ് കേരള പോലീസ്. കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ സമഗ്ര വാർത്തകളുമായി കാക്കിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. നെയ്യാറ്റിൻകരയിൽ യുവതിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ. നെയ്യാറ്റിൻകര കൊടങ്ങാവിള സ്വദേശി സച്ചുവിനെയാണ് നെയ്യാറ്റിൻകര പോലീസ് അറസ്റ്റ് ചെയ്തത്. യുവതിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം പ്രതി കടന്നുകളയുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ യുവതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കൃത്യം നടത്തിയ പ്രതിക്കായി മണിക്കൂറുകളോളം നടത്തിയ തെരച്ചിലിനൊടുവിലാണ് പ്രതി വലയിലായത്. മൊബൈൽ ഫോൺ സിഗ്നൽ അടക്കം കേന്ദ്രീകരിച്ച് നെയ്യാറ്റിൻകര പോലീസ് തെരച്ചിൽ നടത്തിയിരുന്നു. നെയ്യാറ്റിൻകരയ്ക്ക് സമീപത്തു നിന്ന് തന്നെയാണ് പ്രതി വലയിലായത്. സംഭവത്തിൽ കൊടങ്ങാവിള സ്വദേശി സച്ചുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. യുവതിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം രക്ഷപ്പെടുകയായിരുന്നു. ഇന്ന് ഉച്ചയോടെയാണ് പ്രതി സച്ചു നെയ്യാറ്റിൻകര വെൺപകൽ സ്വദേശിയായ സൂര്യഗായത്രിയുടെ വീട്ടിലെത്തി വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ആയുധമായി യുവതിയുടെ വീട്ടിലെത്തിയ പ്രതി ക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. യുവതിയുമായി പ്രണയത്തിലായിരുന്നു സച്ചു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സൂര്യഗായത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയാണ്. വിവാഹിതയും ഒരു കുട്ടിയുടെ മാതാവുമായ സൂര്യ ഭർത്താവുമായി പിണങ്ങി അച്ഛനും അമ്മയ്ക്കൊപ്പം താമസിച്ചു വരികയായിരുന്നു. ജനം, തിരുവനന്തപുരം. എക്സൈസ് സംഘത്തിന് നേരെ ലഹരി സംഘത്തിന്റെ ആക്രമണം. കൊല്ലം കരുനാഗപ്പള്ളിയിലെ പരിശോധനയ്ക്കിടെയാണ് സംഭവം. വനിതകൾ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഘത്തിലെ 4 പേരെ അറസ്റ്റ് ചെയ്തു. രഹസ്യ വിവരത്തെ തുടർന്ന് ചവറ പന്മനയ്ക്ക് സമീപം പരിശോധനയ്ക്കായി എത്തിയതാണ് വനിതാ ഉദ്യോഗസ്ഥരടക്കമുള്ള എക്സൈസ് സംഘം. സംശയം തോന്നി പന്മന ബോട്ട് ജെട്ടിക്ക് സമീപം 4 യുവാക്കളെ ആദ്യം പരിശോധിച്ചു. ഇവരിൽ നിന്ന് ഒന്നും കണ്ടെത്തിയില്ല. പരിശോധനയ്ക്ക് ശേഷം മടങ്ങാനൊരുങ്ങവേ 2 ബൈക്കിലായി 4 പേരെത്തി. 4 പേരെയും പരിശോധിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർ എക്സൈസ് സംഘത്തിന് നേരെ തിരിഞ്ഞത്. വനിതാ ഉദ്യോഗസ്ഥരെ അടക്കം ആക്രമിക്കുകയായിരുന്നു. ഇതിനിടെ കൈവശമുണ്ടായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നം അക്രമി സംഘത്തിലൊരാൾ വലിച്ചെറിഞ്ഞു. ഇത് എക്സൈസ് സംഘം കണ്ടെത്തിയതോടെ സമീപത്തുള്ള കൂടുതൽ പേരെ സംഭവ സ്ഥലത്തേക്ക് അക്രമി സംഘം വിളിച്ചുവരുത്തി. തുടർന്ന് പരിശോധനയ്ക്കെത്തിയ എക്സൈസ് സംഘം ചവറ പോലീസിനെ വിവരമറിയിച്ചു. ചവറ പോലീസ് എത്തിയാണ് അക്രമി സംഘത്തിലെ 4 പേരെയും കസ്റ്റഡിയിലെടുത്തത്. ചവറ സ്വദേശികളായ സിനാൻ, നിഹാസ്, അൽ അമീൻ, നിഹാർ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇന്നലെ വൈകുന്നേരം റേഞ്ച് പാർട്ടി പെട്രോളിംഗ് നടത്തി ഇടപ്പള്ളിക്കോട്ട പൊന്മേൽ ഓഡിറ്റോറിയത്തിൻ്റെ പടിഞ്ഞാറുവശത്ത് പോയി കായൽവാരത്ത് ഒരു വെയിറ്റിംഗ് ഷെഡും പഞ്ചായത്തിൻ്റെ ഒരു ബോട്ട് ചട്ടിയും ഉള്ള സ്ഥലത്ത് യുവാക്കളെത്തി നിരോധിത മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ടുള്ള പരാതി അന്വേഷിക്കുന്നതിനായി എത്തിയ സമയത്ത് അവിടെ ഏതാനും ചെറുപ്പക്കാരിരിക്കുന്നത് കണ്ട് അവരെ പരിശോധിച്ച് തത്സമയം അവിടെ 4 പേർ വാഹനത്തിലെത്തി ഞങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ഞങ്ങളെ കൈയേറ്റം ചെയ്ത് പാർട്ടിയിലുണ്ടായിരുന്ന ജിനു തങ്കച്ചൻ, പിന്നെ കിഷോർ, വനിത അടക്കമുള്ള ഞങ്ങളെ കൈയേറ്റം ചെയ്യുകയും അസഭ്യം പറയുകയും എന്നെ തടഞ്ഞു നിർത്തി എൻ്റെ യൂണിഫോം വലിച്ച് പൊട്ടിക്കുകയും എന്നെ തള്ളി താഴെ ഇടുകയും ചെയ്തു. തുടർന്ന് ഞങ്ങൾ ചവറ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചത് പ്രകാരം അവിടെ നിന്നും പാർട്ടി എത്തി ഞങ്ങളെ അവരിൽ നിന്ന് മോചിപ്പിക്കുകയും ഞങ്ങളെ കൈയേറ്റം ചെയ്ത സിനാൻ, നിഹാസ്, നിഹാർ, അൽ അമീൻ എന്നിവരുടെ പേരിൽ
കേസെടുക്കാനായി അവരെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഞാനും പാർട്ടിയിലുള്ളവരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും തുടർന്ന് സ്റ്റേഷനിൽ ഹാജരായി പരാതി കൊടുക്കുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. പിടിയിലായ പ്രതികളിൽ ഒരാൾ നേരത്തെ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പരിക്കേറ്റ എക്സൈസ് ഉദ്യോഗസ്ഥർ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ജനം, കൊല്ലം. വ്യാജരേഖകൾ ചമച്ച് കേരളത്തിൽ ദീർഘകാലമായി തങ്ങിയ ബംഗ്ലാദേശ് ദമ്പതികൾ പിടിയിൽ. ബംഗ്ലാദേശ് സ്വദേശി ദശരഥ് ബാനർജി, ഭാര്യ മാരി ബീബി എന്നിവരാണ് പോലീസിന് പിടികൂടിയത്. ഇന്ത്യക്കാരെന്ന രീതിയിൽ വർഷങ്ങളായി ഇവിടെ തങ്ങിയായിരുന്നു. വ്യാജരേഖകൾ ഉപയോഗിച്ച് സ്ഥലം വാങ്ങി വീട് വച്ച് താമസിച്ചു വരികയായിരുന്നു ഇവർ. വൈപ്പിൻ എടവനക്കാട് വടക്കേമേത്ര ഭാഗത്ത് പോലീസ് പരിശോധന നടത്തിയപ്പോഴാണ് ദമ്പതികൾ കസ്റ്റഡിയിലായത്. അനധികൃതമായി ഇന്ത്യയിൽ പ്രവേശിച്ച് പശ്ചിമ ബംഗാളിൽ നിന്നും വ്യാജമായി ആധാർ കാർഡ്, ഇലക്ഷൻ ID കാർഡ്, ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നിവ ഇവർ സ്വന്തമാക്കിയിരുന്നു. കേരളത്തിലെത്തിയ ദമ്പതികൾ ആധാർ കാർഡും ഗ്യാസ് കണക്ഷനും ഇലക്ഷൻ ID കാർഡും പാൻ കാർഡും റേഷൻ കാർഡും വ്യാജമായി ഉണ്ടാക്കിയിരുന്നു. ഈ വ്യാജരേഖകളുമായി വടക്കേമേത്ര ഭാഗത്ത് സ്ഥലം വാങ്ങി രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ഓടശ്ശേരി വീടെന്ന വീട്ടുപേരിൽ ടിൻഷീറ്റ് കൊണ്ട് നിർമ്മിച്ച വീട്ടിലാണ് ഇവർ കഴിഞ്ഞിരുന്നത്. പരിശോധനയിൽ കേരളത്തിൽ നിന്നുള്ള ഡ്രൈവിംഗ് ലൈസൻസും വാഹനത്തിന്റെ RC ബുക്കിന്റെ പകർപ്പും കണ്ടെത്തിയിട്ടുണ്ട്. എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായായിരുന്നു പരിശോധന. ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി റൂറൽ ജില്ലയിൽ ഈ വർഷം ഇതുവരെ 37 ബംഗ്ലാദേശികളെയാണ് പിടികൂടിയത്. കിരൺകുമാർ, ജനം, കൊച്ചി. റിപ്പോർട്ടർ TV ജീവനക്കാർക്കെതിരെ കേസ്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരെ കയ്യേറ്റം ചെയ്തു എന്നാണ് പരാതി. ജില്ലാ ലേഖകൻ ഉൾപ്പെടെ 4 പേർക്കെതിരെയാണ് ആശുപത്രി അധികൃതർ പോലീസിൽ പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസം പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളവരുടെ വാർത്ത നൽകുന്നതിനിടയിലായിരുന്നു സംഭവം. പരിക്കേറ്റ് ചികിത്സയിലുള്ളവരുടെ പ്രതികരണമെടുക്കാൻ റിപ്പോർട്ടർ TV സംഘം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തി. വാർഡിനുള്ളിലേക്ക് കടക്കാൻ അനുവാദമില്ലെന്ന് സുരക്ഷാ ജീവനക്കാരനായ അജയ് ഘോഷ് ചാനൽ സംഘത്തെ അറിയിച്ചു. തുടർന്ന് സുരക്ഷാ ജീവനക്കാരനെ കയ്യേറ്റം ചെയ്ത ശേഷം വാർഡിൽ അതിക്രമിച്ചു കയറി എന്നാണ് പരാതി. റിപ്പോർട്ടർ TVയുടെ ജില്ലാ ലേഖകനും ക്യാമറമാൻ ഉൾപ്പെടെ 4 പേർക്കെതിരെയാണ് കേസ്. ആശുപത്രി സുരക്ഷാ ജീവനക്കാരന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ചാനൽ സംഘം അതിക്രമം നടത്തിയെന്ന് FIR-ൽ പറയുന്നു. ആശുപത്രി സുരക്ഷാ നിയമം ഉൾപ്പെടെ ചുമത്തിയാണ് കേസ്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ സഹിതമാണ് ആശുപത്രി അധികൃതർ പോലീസിൽ പരാതി നൽകിയത്. ആശുപത്രിയിൽ അതിക്രമിച്ചു കടന്ന റിപ്പോർട്ടർ TVക്കെതിരെ ആശുപത്രി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ പ്രതിഷേധിച്ചു. ജനം, പത്തനംതിട്ട. പത്തനംതിട്ടയിലെ പോലീസ് അതിക്രമ കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറും. പരിക്കേറ്റ സിത്താരയുടെ മൊഴിയിൽ കേസെടുത്തെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്തിട്ടില്ല. സംഭവത്തിൽ പത്തനംതിട്ട സ്റ്റേഷനിലെ SI ജിനു അടക്കം 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ SI ജിനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അതിക്രമം നടത്തിയ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആരുടെയും പേരുകൾ ചേർക്കാതെയാണ് FIR രജിസ്റ്റർ ചെയ്തത്. രജിസ്റ്റർ ചെയ്ത 2 FIR-കളും പരസ്പര വിരുദ്ധവും. ബാറിന് മുന്നിൽ സംഘർഷമുണ്ടാക്കിയവരെ തിരഞ്ഞ പോലീസ് എത്തിയെന്നാണ് പോലീസിന്റെ ആദ്യ FIR. പോലീസ് FIR പ്രകാരം ബാറിന് മുന്നിലെ ബഹളം രാത്രി 11:15. എന്നാൽ പോലീസിനെതിരെ രജിസ്റ്റർ ചെയ്ത FIR-ൽ പോലീസ് മർദ്ദിച്ചത് രാത്രി 11 മണിക്ക്. FIR-ൽ സൂചിപ്പിക്കുന്നത് സംഘർഷം നടക്കുന്നതിനും 15 മിനിറ്റ് മുമ്പ് പോലീസ് സ്ഥലത്തെത്തിയതാണ്. വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്ന അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിനെ കൈമാറുന്നത്. SI അടക്കം ഉദ്യോഗസ്ഥർക്കെതിരായ കേസിൽ ഉന്നതതല അന്വേഷണം പരിക്കേറ്റവർ ആവശ്യപ്പെട്ടിരുന്നു. അതിക്രമം നടത്തിയ പോലീസുകാർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും നൽകിയിരുന്നു. സംഭവത്തിൽ പ്രതിഷേധം ശക്തമായതോടെ SI ജിനുവിനെ ആദ്യം SP ഓഫീസിലേക്ക് സ്ഥലം മാറ്റുകയും പിന്നീട് SI-യും 2 പോലീസ് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡും ചെയ്തു. കോട്ടയം സ്വദേശികളായ 20-അംഗ സംഘം അടൂരിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങും വഴി പത്തനംതിട്ടയിൽ വിശ്രമിക്കുമ്പോഴാണ് അകാരണമായി പോലീസ് മർദ്ദിച്ചത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഇല്ലാതെയാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ പോലീസ് മർദ്ദിച്ചത്. അതിക്രമത്തിൽ മുണ്ടക്കയം സ്വദേശിനി സിത്താര, ഭർത്താവ് ശ്രീജിത്ത്, ബെദു ഷിജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ജനം, പത്തനംതിട്ട. പകുതി വില തട്ടിപ്പിൽ എറണാകുളത്ത് രജിസ്റ്റർ ചെയ്തത് 15 കേസുകൾ. 800 പരാതികൾ ലഭിച്ചെന്നും ആലുവ റൂറൽ SP പ്രതികളുടെ എണ്ണം കൂടാനാണ് സാധ്യതയെന്നും SP വ്യക്തമാക്കി. വ്യക്തികളിൽ നിന്നും NGO-കളിൽ നിന്നും പരാതി നൽകിയിട്ടുണ്ട്. അനന്തുകൃഷ്ണന്റെ ബാങ്ക് രേഖകളിൽ
CSR ഫണ്ട് എത്തിയിട്ടില്ലെന്നും റൂറൽ SP അറിയിച്ചു. സംസ്ഥാനത്താകെ നടന്ന കേസുകളിൽ എറണാകുളം റൂറലിൽ മാത്രം 15 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അനന്തകൃഷ്ണന്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ CSR ഫണ്ടുകൾ എത്തിയിട്ടില്ലെന്ന അന്വേഷണത്തിൽ വ്യക്തമായതായും ആലുവ റൂറൽ SP വൈഭവ് സക്സേന അറിയിച്ചു. ഏകദേശം അറൌണ്ട് 200 ആൾക്കാരുടെ പരാതി 15 എഫ്ഐആർ വേറെ എഫ്ഐആറിൽ വേറെ ആൾക്കാരുടെ പേരുണ്ട്. ചില ആൾക്കാർ ഇത് മീഡിയേറ്റർ ആയിട്ടുള്ള NGO-മാരുടെ അംഗങ്ങളാണ്. പക്ഷേ ഡയറക്റ്റ് മെയിൻ പ്രതി അനന്തകൃഷ്ണൻ തന്നെയാണ് ഈ എല്ലാ എഫ്ഐആർ. മൂവാറ്റുപുഴയിൽ രൂപീകരിച്ച സിഡ് സൊസൈറ്റി വഴി ഇരുചക്ര വാഹനങ്ങൾ വാഗ്ദാനം ചെയ്ത് 1222 പേരിൽ നിന്ന് 60,000 രൂപ വീതം 7,33,20,000 രൂപയും 51 പേരിൽ നിന്ന് പകുതി വിലക്ക് ലാപ്ടോപ്പ് വാഗ്ദാനം ചെയ്ത് 30,000 രൂപ വീതം 15,30,000 രൂപയും തട്ടിയെടുത്തിരുന്നു. പകുതി വിലക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 2,000-ഓളം പേരിൽ നിന്ന് 10 കോടിയിലധികം രൂപ തട്ടിയതായും പറവൂരിൽ പരാതിയുണ്ട്. ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ഗൃഹോപകരണങ്ങൾ എന്നിവയ്ക്ക് പണമടച്ചവരുമുണ്ട്. എറണാകുളത്ത് പരാതികളുടെ എണ്ണം കൂടുതലുണ്ടെങ്കിലും പല എഫ്ഐആറുകളും ഒരുമിച്ച് ഒരു കേസായാണ് പരിഗണിക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിക്കുന്നതോടെ കേസുകളെല്ലാം ഒരു അന്വേഷണ സംഘത്തിന് കീഴിൽ വരും. അനന്തകുമാറിനെ വിശ്വസിച്ച് സിഡ് സൊസൈറ്റി പ്രൊമോട്ടർമാരും കേസുകളിൽ ഉൾപ്പെടുകയാണ്. ജനം, കൊച്ചി. കണ്ണൂർ കുന്നോത്തുപറമ്പിൽ തെരുവ് നായ്ക്കളെ കുത്തിക്കൊന്നതിനെതിരെ കേസ്. CPM പ്രവർത്തകനായ കുന്നോത്തുപറമ്പിലെ രാജനെതിരെയാണ് കേസെടുത്തത്. ഒരു തെരുവ് നായയെയും 6 നായ്ക്കുട്ടികളെയും ഇരുമ്പുപാര കൊണ്ട് കുത്തിക്കൊന്ന് കുഴിച്ചുമൂടിയെന്നാണ് കേസ്. ഇക്കഴിഞ്ഞ 5-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. മീത്തലെ കുന്നോത്തുപറമ്പ് എന്ന സ്ഥലത്ത് കുടുംബശ്രീ ഹോട്ടലിനടുത്ത് വെച്ച് ചിറക്കരാണ്ടിമ്മൽ രാജൻ എന്നയാൾ 6 നായക്കുട്ടികളെയും ഇരുമ്പുപാര കൊണ്ട് അടിച്ചും കുത്തിയും കൊല്ലുകയായിരുന്നു. തുടർന്ന് കുഴിച്ചുമൂടുകയും ചെയ്തു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട പ്രദേശത്തെ മൃഗസ്നേഹികളായ ആളുകൾ ചേർന്ന് പോലീസിൽ പരാതി നൽകി. തുടർന്ന് ഇയാൾക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ 325-ാം വകുപ്പും മൃഗങ്ങൾക്കെതിരായ അക്രമം തടയുന്ന വകുപ്പും ചുമത്തിയാണ് കേസെടുത്തത്. പ്രദേശത്തെ നാട്ടുകാരാണ് ഈ തെരുവ് നായ്ക്കളെ സംരക്ഷിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ക്രൂരതയ്ക്കെതിരെ വലിയ പ്രതിഷേധവും ഉയർന്നിരുന്നു. പ്രതിക്കെതിരെ പരാതി നൽകാനും മുൻകൈയെടുത്തത് നാട്ടുകാർ തന്നെയായിരുന്നു. ജനം, കണ്ണൂർ. കൊല്ലം കടക്കലിൽ ബസ് ഡ്രൈവറെ വെട്ടി പരിക്കേൽപ്പിച്ചു. ആൽത്തറമൂട് സ്വദേശി രാജേഷിനാണ് വെട്ടേറ്റത്. ഇയാളെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിന് സൈഡ് നൽകാത്തതിൽ പ്രകോപിതരായ യുവാക്കളാണ് വെട്ടിയതെന്ന് രാജേഷ്. വിവരങ്ങളുമായി M മനോജ് ചേരുകയാണ്. മനോജ്, എപ്പോഴായിരുന്നു സംഭവം? എന്തിനാണ് ഇത്തരത്തിൽ യുവാക്കൾ പ്രകോപിതരായത് പെട്ടെന്ന്? വിനീഷ്, ഇന്ന് 8:30 മണിയോടെയാണ് ഇത്തരത്തിലൊരു സംഭവം. കൊല്ലം കടക്കലിൽ ബസ് ഡ്രൈവറെ വെട്ടി പരിക്കേൽപ്പിച്ചു. ആൽത്തറമൂട് സ്വദേശി രാജേഷിനാണ് വെട്ടേറ്റത്. ഇയാളെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിന് സൈഡ് നൽകാത്തതിനാലാണ് പ്രകോപിതരായ യുവാക്കളാണ് വെട്ടിയതെന്നാണ് വിവരം. വിവരങ്ങളുമായി M മനോജ് ചേരുകയാണ്. മനോജ്, എപ്പോഴായിരുന്നു സംഭവം? തുടരാം. വിനീഷ്, ഇന്ന് 8:30 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 3 ദിവസം മുമ്പ് നിരമേലിൽ വെച്ച് ഈ കാർ യാത്രക്കാർക്ക് സൈഡ് കൊടുത്തില്ല എന്നാരോപിച്ച് തമ്മിലൊരു തർക്കമുണ്ടായിരുന്നു. ഇരുകൂട്ടരും കടക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇരുകൂട്ടരെയും സ്റ്റേഷനിൽ വിളിച്ചിരിക്കുകയാണ് ഇന്ന് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. മടവൂർ സ്വദേശികളായ അരുണും വരുണും എന്ന് പറയുന്ന 2 യുവാക്കളാണ് ഈ കടക്കൽ ബസ് സ്റ്റാൻഡിന് സമീപം വെച്ച് ഈ രാജേഷിനെ വെട്ടി പരിക്കേൽപ്പിച്ചത്. തലയ്ക്കും കൈക്കും നടുവിനും ഗുരുതരമായി പരിക്കേറ്റ രാജേഷിനെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇത്തരത്തിലൊരു തർക്കമുണ്ടായിരുന്നു. അതിനുശേഷം ഈ ബസ് സ്റ്റാൻഡിൽ കാത്തു നിന്നവരാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ആക്രമിച്ചവരെ പിടികൂടാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ മനോജ്? നിലവിൽ 2 പേരുടെ കേസ് എടുത്തിട്ടുണ്ട് പോലീസ്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇവർ കാത്തു നിന്നാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ തലയ്ക്കും കൈക്കും അടക്കം വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. എന്തായാലും തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നുവെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കൊല്ലത്ത് ബസ് ഡ്രൈവർക്ക് വെട്ടേറ്റു. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് മനോജ് കൊല്ലത്ത് നിന്ന് നൽകിയത്. തിരുവനന്തപുരത്ത് വസ്തുതർക്കത്തിനിടെ വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചതായി പരാതി. 14കാരനോട് പോലീസിന്റെ ക്രൂരത. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാൻ ഒരുങ്ങി കുടുംബം.
അയ്യത്താരും ഇറങ്ങണ്ട, നിങ്ങൾ അവിടെ വഴി കേട്ട് നിന്നാ മതി. എത്ര വയസ്സായിരുന്നു നിങ്ങൾ? മാറിയില്ല കേട്ടാ, അഭ്യാസം വേണ്ട കേട്ടാ. ആജീവനാന്തം കിടന്ന് കയറി ഇറങ്ങേണ്ടി വരും കേട്ടോ. കയറ്റി ഇറക്ക്, നിങ്ങള് കയറ്റി ഇറക്ക്. വാടാ മോനെ, വാ കയറ്റി ഇറക്ക്, ഞങ്ങളെ കയറ്റി ഇറക്ക്. കൊല്ലാൻ കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങളെ കൊന്നിട്ട് കൊണ്ടുപോകും. തിരുവനന്തപുരം വർക്കലയിലാണ് സംഭവം. അതിർത്തി തർക്കത്തെ തുടർന്ന് ഗൃഹനാഥനെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസ് 14 വയസ്സുകാരനെ തള്ളിയിടുകയും തുടർന്ന് കയ്യിൽ പൊട്ടലുണ്ടായി എന്നാണ് കുടുംബത്തിന്റെ പരാതി. ഈ വസ്തു തർക്കത്തെ തുടർന്ന് ഡെയിലി ഇവിടെ ഈ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് വരുമായിരുന്നു. അപ്പൊ അന്നൊന്നും വലിയ പ്രശ്നമില്ലാതെ വന്ന് കോംപ്രമൈസ് ചെയ്ത് അവർ പോകുമായിരുന്നു. ലാസ്റ്റ് ഈ മെനിഞ്ഞാന്ന സംഭവത്തിലായിരുന്നു ഡിവൈഎസ്പി ഡയറക്റ്റ് പുള്ളി വന്നിട്ട് തന്നെയാണ് ഈ വേലി ചവിട്ടി പൊളിക്കുകയും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം ഡയറക്റ്റ് പോലീസിനെ വിളിച്ചു വരുത്തി. ആ പോലീസ് വന്നിട്ട് ഒന്നും വേറെ ഒരു വിഷയമുണ്ട്, മാഡം ആരുടെ രാജേഷ് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ജീപ്പിൽ കൊണ്ട് കയറ്റിട്ട് ആ SI എന്നോട് പറഞ്ഞു, നിനക്ക് 7 വർഷം അകത്ത് കിടക്കാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കി തരടാന്ന് പറഞ്ഞു. എന്നിട്ട് കുറെ തെറിയും വിളിച്ചതിന് ശേഷം എന്റെ ജീപ്പിൽ കയറ്റിയപ്പോഴത്തേക്ക് എന്റെ ഭാര്യയും മകനോട് വന്നിട്ട് പറഞ്ഞു അച്ഛനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീ ആരടാ, നിനക്കെന്നെ അറിയാൻ പാടാന്ന് ചോദിച്ചിട്ട് എന്റെ കൊച്ചിന്റെ കൈ പിടിച്ചു വിളിച്ചു. ഹരിഹരപുരം സ്വദേശികളായ രാജേഷ് ശാലിനി ദമ്പതികളുടെ മകനായ കാശിനാഥിന്റെ കയ്യിൽ പൊട്ടലുണ്ടെന്നാണ് ആശുപത്രി പരിശോധനാ റിപ്പോർട്ട്. അയൽവാസിയായ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ ഭാര്യയുടെ മാതാവുമായുണ്ടായ വഴിത്തർക്കമാണ് ഇതിലേക്ക് വഴിതിരിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഫെബ്രുവരി 4 ഏകദേശം 1:30 മണിയോടുകൂടി അവിടെ ഒരു ഗേറ്റ് വെക്കുന്നതിന്റെ അതിർത്തി തർക്കം നിലവിൽ നിൽപ്പുണ്ടായിരുന്നു. അവിടെ ഒരു ഗേറ്റ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവര് ഗേറ്റ് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് എതിർകക്ഷിയായിട്ടുള്ള ഡിവൈഎസ്പി ജോഷി അദ്ദേഹം വരികയും അദ്ദേഹത്തിന്റെ കുടുംബത്തോടുകൂടി വന്ന് ഈ ഗേറ്റ് വലിച്ചു പൊളിച്ചു കളയുകയും അത് ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് പോലീസിന്, അതായത് അയലൂർ പോലീസിനെ വെച്ച് ഇവരെ ഭീഷണിപ്പെടുത്തി ഇവരുടെ പേരിൽ കള്ളക്കേസ് ചാർജ് ചെയ്യും. ഈ പയ്യന്റെ, ഇപ്പം ബാധിക്കപ്പെട്ട പയ്യന്റെ അച്ഛനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പയ്യനെ എതിർക്കുകയും ആ പയ്യനെ വലിച്ചു മാറ്റി പയ്യന്റെ കൈ ഒടുക്കുകയൊക്കെയാണ് അയലൂർ പോലീസ് ചെയ്തേക്കുന്നത്. വസ്തുതർക്കത്തിൽ പരിക്കേറ്റ കുട്ടിയുടെ അച്ഛൻ രാജേഷിന് അനുകൂലമായ കോടതി വിധി നേരത്തെ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തിയിൽ രാജേഷ് വേലി സ്ഥാപിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഡിവൈഎസ്പി തന്നെ സ്ഥലത്തെത്തി വേലി പൊളിച്ചതോടെയാണ് സംഘർഷമുണ്ടായത്. പിന്നീട് ഡിവൈഎസ്പിയുടെ സ്വാധീനത്തിലൂടെ രാജേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനെത്തിയ അയിരൂർ പോലീസ് മകനെ ക്രൂരമായി ആക്രമിച്ചു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അതേസമയം രാജേഷിനെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് സ്ഥലത്തെത്തിയതെന്നും തടസ്സം നിന്ന് കുട്ടിയെയും അമ്മയെയും മാറ്റാൻ മാത്രമാണ് ശ്രമിച്ചതെന്നാണ് പോലീസിന്റെ വിശദീകരണം. ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. ജനം, തിരുവനന്തപുരം. പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനം വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പിൽ കായംകുളത്തെ CPM പ്രാദേശിക നേതാക്കളും പ്രതികൾ. കായംകുളം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് വനിതകളായ മുനിസിപ്പൽ കൗൺസിലറെയും ലോക്കൽ കമ്മിറ്റി അംഗത്തെയും പ്രതി ചേർത്തത്. സ്കൂട്ടർ തട്ടിപ്പിൽ കായംകുളം പോലീസ് കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്ത കേസിലാണ് കായംകുളം 4ാം വാർഡ് കൗൺസിലർ ഷെമിമോളെയും CPM എരുവ ലോക്കൽ കമ്മിറ്റി അംഗം നാദിയെയും പ്രതി ചേർത്തത്. എന്നാൽ പ്രതികളെ വേഗത്തിൽ തിരിച്ചറിയാതിരിക്കാൻ FIRൽ നിന്ന് ഇവരുടെ മേൽവിലാസങ്ങൾ ഒഴിവാക്കി. കായംകുളം നഗരസഭാ പരിധിയിൽ മാത്രം 1000-ലധികം ആളുകൾക്ക് പണം നഷ്ടമായിട്ടുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിവരം. ആലപ്പുഴ ജില്ലയിൽ 4000-ലധികം പേർക്കാണ് തട്ടിപ്പിലൂടെ പണം നഷ്ടമായത്. ചേർത്തല, ഹരിപ്പാട് താലൂക്കുകളിൽ നിന്ന് മാത്രം കോടിക്കണക്കിന് രൂപ തട്ടിപ്പുകാർ കൈക്കലാക്കിയതായാണ് പരാതികൾ സൂചിപ്പിക്കുന്നത്. നിരവധി പേർ ഇതിനോടകം പോലീസിൽ പരാതി നൽകി. നാണക്കേട് ഭയന്ന് ചിലർ പരാതി നൽകിയിട്ടില്ല. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 1000-ലധികം പരാതികളാണ് ഇതുവരെ ലഭിച്ചത്. അതിനിടെ പരാതി കൊടുക്കുന്നതിൽ നിന്ന് പരാതിക്കാരെ പിന്തിരിപ്പിക്കാനും ശ്രമം നടക്കുന്നുണ്ട്. പരാതിപ്പെട്ടാൽ വാഹനമോ അടച്ച പണമോ കിട്ടാൻ വൈകുമെന്നും അതിനാൽ നിയമവഴി സ്വീകരിക്കരുതെന്നുമാണ് വാട്സാപ്പ് വഴി ശബ്ദ സന്ദേശം എത്തിയത്. കോർഡിനേറ്റർമാർ വഴിയാണ് ഇത്തരം ശബ്ദ സന്ദേശങ്ങൾ പലയിടത്തും തട്ടിപ്പുകാർ വീണ്ടും പ്രചരിപ്പിക്കുന്നത്. ജനം, ആലപ്പുഴ. എറണാകുളം അമ്പലമുകൾ പോലീസ് സ്റ്റേഷനിൽ മോഷണക്കേസിൽ പിടിയിലായ കപ്പ കേസ് പ്രതികൾ അക്രമം നടത്തിയ സംഭവത്തിൽ വധശ്രമത്തിന് കേസെടുത്തു. പ്രതികളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ച ബന്ധുക്കൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. 3 വനിതാ പോലീസുകാരെ ആക്രമിച്ചതടക്കമാണ് കേസ്.
എറണാകുളം അമ്പലമുകളിൽ നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന ഫ്ളാറ്റിൽ നിന്നും നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ചെന്ന കേസിലാണ് ബുധനാഴ്ച രാത്രി അഖിൽ ഗണേഷ്, അജിത് ഗണേഷ്, ആദിത്യൻ എന്നിവരെ പോലീസ് ഫ്ളാറ്റിൽ നിന്നും പിടികൂടിയത്. ഈ സമയത്ത് പ്രതികൾ പോലീസുകാരെ അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. സ്റ്റേഷനിലെത്തിച്ച ശേഷവും ഇവർ അതിക്രമം തുടർന്നതായും പ്രതികൾ പോലീസ് സ്റ്റേഷനുള്ളിൽ 30,000-ഓളം രൂപയുടെ നാശനഷ്ടങ്ങൾ വരുത്തിയെന്നും പോലീസ് പറയുന്നു. വ്യാഴാഴ്ച രാവിലെ കോടതിയിൽ ഹാജരാക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി ഇവരെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് പ്രതികളുടെ ബന്ധുക്കൾ സ്റ്റേഷനിലെത്തിയത്. യുവാക്കൾ നിരപരാധികളാണെന്നും അന്യായമായാണ് പിടികൂടിയതെന്നും പറഞ്ഞ് ഇവർ പ്രതിഷേധിച്ചു. ഇതോടെ പ്രതികൾ വീണ്ടും പോലീസിന് നേരെ തിരിഞ്ഞു. ഇതിൽ 3 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. പ്രതികൾക്കൊപ്പം പോയ പോലീസ് ഉദ്യോഗസ്ഥരെ അതിക്രമിച്ചതിനും പ്രതികളുടെ ബന്ധുക്കളെത്തി നടപടികൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിനുമാണ് പുതിയതായി കേസെടുത്തത്. അഖിലിനും അജിത്തിനും ആദിത്യനും എതിരെ വധശ്രമമാണ് ചുമത്തിയിരിക്കുന്നത്. അഖിലിനും അജിത്തിനും എതിരെ നേരത്തെ തന്നെ 17ഉം 14ഉം കേസുകളുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവരുടെ ബന്ധുക്കൾക്കെതിരെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പോലീസിനെ ആക്രമിച്ചതിനുമടക്കമാണ് കേസെടുത്തിട്ടുള്ളത്. ജനം, കൊച്ചി. കോഴിക്കോട് മുക്കത്ത് യുവാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിൽ 2 പ്രതികൾ റിമാൻഡിൽ. വിനു, ഷിജിത് ലാൽ എന്നിവരാണ് താമരശ്ശേരി കോടതി റിമാൻഡ് ചെയ്തത്. ബുധനാഴ്ച രാത്രിയാണ് തോട്ടത്തിൽ കടവ് സ്വദേശിയായ പ്രജീഷിനെ യുവാക്കൾ സംഘം ചേർന്ന് ആക്രമിച്ചത്. ബുധൻ രാത്രി 10:30 വാഹനത്തിലെത്തിയ സംഘം അക്രമം നടത്തിയ ശേഷം രക്ഷപ്പെടുകയായിരുന്നു. ഇന്നലെ കൊടുവള്ളിയിൽ വെച്ചാണ് പോലീസ് അക്രമികളെ പിടികൂടിയത്. പ്രജീഷ് വീട്ടിലൊറ്റയ്ക്കാണ് താമസം. കുടുംബ പ്രശ്നമാണ് അക്രമത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. അക്രമത്തിന്റെ ബഹളം കേട്ടെത്തിയ നാട്ടുകാരാണ് പ്രജീഷിനെ ആശുപത്രിയിലെത്തിച്ചത്. നാട്ടുകാർ എത്തുമ്പോഴേക്കും അക്രമികൾ കടന്നു കളഞ്ഞിരുന്നു. അക്രമത്തിൽ പ്രജീഷിന്റെ ബോധം പോയിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. ഒച്ച കേട്ടപ്പോൾ ഞങ്ങൾ ഓടി വന്നതാണ്. അപ്പോൾ ആരാ മർദ്ദിച്ചതെന്നൊന്നും അറിയില്ല. ഒരു വണ്ടി കയറി പോയിട്ടുണ്ട് ഞങ്ങൾ എത്തുമ്പോഴേക്കും. അവങ്ങനെ വീണ് കിടക്കുന്നതാണ് കാണുന്നത്. തലയ്ക്കും ഒക്കെ നല്ല രീതിയിൽ തന്നെ പരിക്കുണ്ട്, നെറ്റിക്കുണ്ട്, ഇവിടെ ഈ 2 സൈഡിലായിട്ടും നല്ല പരിക്കുണ്ട്. തലയ്ക്കും മുഖത്തും മാരക പരിക്കേറ്റ പ്രജീഷിനെ ആദ്യം മുക്കത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. പ്രജീഷ് ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അക്രമത്തെ തുടർന്ന് ഫിംഗർ പ്രിന്റ്, ഡോഗ് സ്ക്വാഡ് എന്നിവർ പരിശോധന നടത്തിയിരുന്നു. ജനം, കോഴിക്കോട്. ഇടുക്കി മൂലമറ്റത്ത് ഗുണ്ടാ നേതാവ് സാജൻ സാമുവലിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിലായിരുന്ന പ്രതി വിഷ്ണു ജയനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൂട്ടാളികൾ അറസ്റ്റിലായതോടെ ഇയാൾ കാഞ്ഞാർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് മൂലമറ്റത്തിന് സമീപം തേക്കിൻകോപ്പിൽ പായൽ പൊതിഞ്ഞ നിലയിൽ സാജൻ സാമുവലിന്റെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സാജനെ കൊലപ്പെടുത്തിയ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കേസിലെ മുഖ്യപ്രതിയായിരുന്ന വിഷ്ണു ജയനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. കൂട്ടാളികളെല്ലാവരും പോലീസ് പിടിയിലായതോടെയാണ് വിഷ്ണു ഒളിവാസം അവസാനിപ്പിച്ച് കാഞ്ഞാർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. വിവിധ സ്റ്റേഷനുകളിലായി നിരവധി കേസുകളിൽ പ്രതിയാണ് വിഷ്ണു ജയൻ. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിൽ സാജൻ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതും പ്രതികൾക്ക് സാജനോടുണ്ടായിരുന്ന വ്യക്തിവൈരാഗ്യവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. കേസിലെ 8 പ്രതികളും റിമാൻഡിലാണ്. സാജന്റെ മൃതദേഹം ഉപേക്ഷിക്കാൻ വിളിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ നൽകിയ വിവരമാണ് കേസിൽ നിർണായകമായത്. ജനം, ഇടുക്കി. തിരുവനന്തപുരം വെള്ളടയിൽ മകൻ അച്ഛനെ കൊലപ്പെടുത്തിയത് സാമ്പത്തിക തർക്കത്തിന്റെ പേരിലെന്ന് പോലീസ്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് സഹകരിക്കാതെ മകൻ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം സംസ്കരിച്ചു. ഓസ്ട്രേലിയയിലെ സ്വകാര്യ സർവകലാശാലയിൽ MBBS പഠനം പൂർത്തിയാക്കിയ പ്രജിൻ ഏറെ നാളായി വീട്ടിലായിരുന്നു താമസം. സ്വന്തമായി വരുമാനമില്ലാതിരുന്ന പ്രജിൻ പണം ആവശ്യപ്പെട്ട് അച്ഛനുമായി നിരന്തരം തർക്കമുണ്ടാക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം അച്ഛൻ ജോസിനോട് പണം ചോദിച്ചെങ്കിലും നൽകാൻ തയ്യാറായില്ല. വൈകിട്ടോടെ വീട്ടിലെത്തിയ പ്രജിൻ വെട്ടുകത്തി ഉപയോഗിച്ച അച്ഛന്റെ കഴുത്തിലും തലയിലും വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. കൃത്യം നടത്തിയതിനു ശേഷം പ്രതി സ്റ്റേഷനിലെത്തി കീഴടങ്ങി. ഓസ്ട്രേലിയയിൽ നിന്നും പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തിയതിനു ശേഷം ഏറിയ സമയവും സ്വന്തം മുറിയിൽ തനിച്ചായിരുന്നു പ്രതി സമയം ചെലവഴിച്ചത്. സ്വബോധത്തിലാണ് പ്രതി കുറ്റം നടത്തി
നടത്തിയതെന്നും മുമ്പ് കഞ്ചാവും മറ്റ് രാസലഹരികളും ഉപയോഗിക്കുന്ന ശീലമുണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രജിനെ ഇന്നലെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജോസിന്റെ മൃതദേഹം ഇന്ന് വൈകുന്നേരം വീട്ടിൽ പൊതുദർശനത്തിന് വച്ച ശേഷം സംസ്കരിച്ചു. ജനം, തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ സമഗ്ര വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. കാക്കി സൈനിങ് ഓഫ്. വി വിനീഷ്.